എൻ്റെ പേര് രേവതി. ഞാൻ വല്യകലവൂരിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. അപ്പം ഞാൻ മാതാവിനെ വിശ്വസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 9 വർഷത്തോളമായി. അപ്പം അതിന് മാതാവിൽ വിശ്വസിക്കാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എൻ്റെ ഒപ്പം പഠിച്ച എല്ലാ കുട്ടികളും PGക്ക് അഡ്മിഷൻ വാങ്ങിച്ചു. ST കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചു. എനിക്ക് മാത്രം അഡ്മിഷൻ കിട്ടിയില്ല. എന്നാൽ മാർക്ക് കുറവോ ഒന്നുമില്ല, 85% മാർക്ക് ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മാത്രം അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചു. സ്പോട്ട് അഡ്മിഷന് പോയി, എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ ഇവിടെ പ്രേക്ഷിത വേല ചെയ്യുന്ന ഒരമ്മയും ഞങ്ങൾ ഒരു അച്ഛൻ്റെ അമ്മയുടെയും സ്ഥാനത്താണ് അവരെ കാണുന്നത്. ഇവിടെ പ്രേക്ഷിത വേല ചെയ്യുന്നവരാണ്. അപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞു, മോളെ നീ വിഷമിക്കേണ്ട, നിനക്ക് അഡ്മിഷൻ കിട്ടുക തന്നെ ചെയ്യും, നീ മാതാവിൽ വിശ്വസിക്കാൻ പറഞ്ഞു. അപ്പോൾ അതുവരെയും ഞാൻ മാതാവിൽ വിശ്വസിക്കുകയോ ഈശോയെ അറിയുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാനൊരു ഹിന്ദുവാണ്. അപ്പം എനിക്ക് വലിയ താല്പര്യമില്ല. എന്നാലും അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ മാതാവിനെ വിശ്വസിക്കാൻ തുടങ്ങി. മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അമ്മ പറഞ്ഞു, നീ അഡ്മിഷന്, അതായത് 2ാമത്തെ സ്പോട്ട് അഡ്മിഷൻ വന്നു. അപ്പോൾ 2ാമത്തെ സ്പോട്ട് അഡ്മിഷന് ചെല്ലുന്ന സമയത്ത് നീ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിക്കൊണ്ട് തന്നെ നിൽക്കുക, അമ്മയെ വിളിച്ചുകൊണ്ട് മാത്രം നിൽക്കുക, നീ വേറെ ഒന്നിലും ടെൻഷൻ അടിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി അമ്മേ. അപ്പോഴും എനിക്ക് അത്രയും പൂർണ്ണമായും വിശ്വാസം എനിക്കില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അമ്മ പറഞ്ഞതുപോലെ തന്നെ നന്മ നിറഞ്ഞ മറിയം ചൊല്ലി അമ്മയെ വിളിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു. അങ്ങനെ 2ാമത്തെ സ്പോട്ട് അഡ്മിഷന്, ഈ സംഭവം നടക്കുന്നത് 2016 അങ്ങനെ ആ സ്പോട്ട് അഡ്മിഷനിൽ ആദ്യം തന്നെ എൻ്റെ പേരാണ് വിളിച്ചത്. അവിടെ ഇരുന്ന അധ്യാപകർ എന്നോട് ചോദിച്ചു, നിനക്ക് ഏത് കോളേജിലാണ് വേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആലപ്പുഴ ST കോളേജിൽ പഠിച്ചാൽ മതി. അങ്ങനെ എനിക്ക് ആ സെക്കൻഡ് സ്പോട്ട് അഡ്മിഷനിൽ ST കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചു. അപ്പോൾ എനിക്ക് മാതാവിലൊരു വിശ്വാസമായി, എങ്കിൽ പോലും അത്രത്തോളം ആഴം എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനത് വിട്ടു. എനിക്ക് അഡ്മിഷൻ കിട്ടി, ഞാൻ കോളേജിൽ പോകാൻ തുടങ്ങി. അപ്പോൾ പിന്നെ പഴയ രീതിയിൽ തന്നെ മാതാവിനെ വിളിക്കുന്നില്ല, അങ്ങനെ പ്രത്യേകിച്ച് പ്രാർത്ഥനകളോ ഒന്നുമില്ല. എൻ്റെ കാര്യം സാധിച്ചു, പിന്നെ ഞാൻ വിളിച്ചിട്ടുമില്ല. അങ്ങനെ ഏകദേശം ഒരു അഡ്മിഷൻ കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ PGയുടെ ഫസ്റ്റ് സെം എക്സാം വന്നു. അപ്പം അന്ന് ഞാൻ ഒത്തിരി പേടിച്ചു. എക്സാം വന്നപ്പോൾ പേടിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അഡ്മിഷൻ എടുത്തിട്ട് ഏകദേശം 1.5-2 മാസമേ ആവുന്നുള്ളൂ. ഇത്രയും വലിയ സിലബസ് ഞാൻ എങ്ങനെ പഠിച്ചു തീർക്കും? അപ്പം ഞാൻ വീണ്ടും അഡ്മിഷൻ കിട്ടിയ ആ സമയത്തെ വിശ്വാസം പോലല്ല, അപ്പോൾ ദൈവമായിട്ട് എന്നെ പരീക്ഷിക്കാനായിട്ട് ചെയ്തതാവാം, അത്രയും എന്നിലെ വിശ്വാസം ആഴപ്പെടുത്താനായിട്ട് ദൈവം ചെയ്തതാവാം. അങ്ങനെ ഞാൻ വീണ്ടും ഈ അമ്മയുടെ അടുക്കൽ ഓടി വന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ, എൻ്റെ എക്സാമായി, എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഇത്രയും സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ ഇത്രയും എല്ലാവരും കൊതിക്കുന്ന ഒരു സീറ്റ് എനിക്ക് കിട്ടിയിട്ട് ഞാൻ ആ ഫസ്റ്റ് സെമ്മിൽ തോറ്റു പോവുകയാണെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും അമ്മേ? അപ്പോൾ അത് കാരണം അമ്മേ, എങ്ങനെയെങ്കിലും എനിക്ക് ജയിച്ചേ പറ്റൂ, ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്ക് ജയിച്ചേ പറ്റൂ, എങ്ങനെയെങ്കിലും അമ്മേ എനിക്ക് പഠിക്കണം, ഞാൻ മാതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അന്ന് അത്രയും നാളും എനിക്ക് അഡ്മിഷൻ കിട്ടി, ഞാൻ ആ കാര്യമേ അങ്ങ് വിട്ടു. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ ശരിക്കും അമ്മയെ അറിഞ്ഞു. അങ്ങനെ ആ അമ്മ എന്നോട് കൃപാസനത്തിലെ പത്രം തന്നിട്ട് അമ്മ പറഞ്ഞു, നീ ഒന്നും പേടിക്കേണ്ട, നീ ഈ പത്രം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിലൊരു സംശയമുണ്ട്, ഇത്രയേറെ സിലബസ് പഠിച്ചു തീർക്കാതെ ഞാൻ എങ്ങനെ എക്സാം പാസ്സാകും? ആ ഒരു സംശയം എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ വേറെ വഴിയില്ല, പിറ്റേന്ന് എക്സാമാണ്, എന്ത് ചെയ്യും എനിക്കറിയത്തില്ല. അങ്ങനെ എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. ഞാൻ ആ പത്രം വെളുപ്പിന് 5 മണിയായി. 5 മണിക്ക് എഴുന്നേറ്റ് ബുക്കൊന്നും പഠിക്കാനുള്ള ബുക്ക് എടുത്തിട്ടില്ല, കാരണം എനിക്കറിയില്ല എവിടുന്ന് പഠിച്ചു തുടങ്ങണം എന്നൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ ബുക്ക് എടുക്കുന്നതിന് പകരം പത്രം ഞാൻ എടുത്തു വെച്ച് അതിലെ ഓരോ സാക്ഷ്യങ്ങളും വായിക്കാനായിട്ട് തുടങ്ങി. കരഞ്ഞുകൊണ്ടാണ് വായിക്കുന്നത്, കാരണം എനിക്ക് ഇനി പഠിക്കാനോ എന്താണ് ഇനി പഠിക്കേണ്ടതെന്നോ ഒന്നും എനിക്ക് ഒരു രൂപവും ഇല്ല, മൊത്തം ഒരു ബ്ലാങ്കാണ് മൊത്തം. അങ്ങനെ പിറ്റേന്നത്തെ എക്സാമിന് പോകാനല്ല, അന്ന് രാത്രി തന്നെ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ആരുമില്ല അന്ന്. അപ്പം അന്നും ഈ പത്രം എൻ്റെ കയ്യിലിരിക്കുക. രാത്രിയായിട്ടും ഞാനത് മാറ്റി വെച്ചിട്ടില്ല, കാരണം അമ്മ ഇങ്ങനെ പറഞ്ഞതാ, നീ ആ പത്രം വെച്ച് വായിക്കണം, പത്രം ശക്തിയുള്ളതാണ് എന്നൊക്കെ അത്രയും ഇതായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് കാരണം ആ പത്രം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയിട്ടേ ഇല്ല. അങ്ങനെ അന്ന് രാത്രിയിൽ ഞാൻ ഉറങ്ങാനായിട്ട് കിടന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുവാണ്, ഞാൻ PGക്കാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുവാണ്, നീ ഡിഗ്രി ടെക്സ്റ്റ് പഠിക്കുക എന്നുള്ള എന്തോ ഒരു മെസ്സേജ് പോലെ എനിക്ക് മനസ്സിൽ തോന്നി.
അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ എന്തെങ്കിലും നാളെ എഴുതി വെക്കണമല്ലോ പേപ്പറിൽ. അപ്പോൾ എങ്കിൽ ഡിഗ്രി ടെക്സ്റ്റ് അതെങ്കിലും വെറുതെ ബ്ലാങ്ക് പേപ്പർ കൊടുക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഡിഗ്രി ടെക്സ്റ്റ് ബുക്കിൽ എന്തെങ്കിലും എഴുതി വെക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി മാത്രം രാത്രി കിടന്ന് ഞാൻ വീണ്ടും എഴുന്നേറ്റു. ആ ഡിഗ്രി ടെക്സ്റ്റ് ബുക്ക് അതൊന്നുമല്ല പി ജിക്ക് പഠിക്കാനുള്ളത്, ആ ഒരു സിലബസോ അതിൽ ഉള്ള കാര്യങ്ങളോ അല്ല നമുക്ക് പി ജിക്കുള്ളത്. പക്ഷേ എനിക്ക് ആ തോന്നിയത് കൊണ്ട് ഞാൻ ഉടനെ തന്നെ ആ ഡിഗ്രിയുടെ ടെക്സ്റ്റ് എടുത്തു. എന്നിട്ട് എനിക്കിഷ്ടമുള്ള ഒരു പേജ് ഞാൻ തുറന്ന് ഞാൻ വായിച്ച് അപ്പോഴും എനിക്ക് അത്രയും ഒരു വിശ്വാസമോ ഈ പത്രം കയ്യിൽ ഇരിപ്പുണ്ടെന്നല്ലാതെ ഒരു അത്ഭുതം നടക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പിറ്റേന്ന് എക്സാമിന് കയറി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച്. കാരണം ഡിഗ്രി ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ മാത്രമായിരുന്നു അതിനകത്തെ ചോദ്യങ്ങൾ. ഏകദേശം ഒരു 40 മാർക്കിനടുത്തോളം, ഞങ്ങൾക്ക് 80 മാർക്ക്, അതിൽ പകുതി മാർക്കോളം പിന്നെ ഡിഗ്രി ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പം എല്ലാ കുട്ടികളും എഴുതാതെ ഇങ്ങനെ പരസ്പരം ഒരു കൺഫ്യൂഷനായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. പക്ഷേ ആ സമയത്ത് ഞാൻ നല്ല ലാവിഷായിട്ട് പേപ്പർ വാങ്ങിച്ച് ഞാൻ എഴുതി. അപ്പം ഞാൻ ശരിക്കും മാതാവിൽ വിശ്വസിച്ചു. കാരണം എനിക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ പോലും ഞാൻ അത്രത്തോളം വിശ്വാസമായില്ല. പക്ഷേ ഇങ്ങനൊരു അത്ഭുതം എന്തായാലും നടക്കില്ല. എനിക്ക് വേണ്ടിയായിരുന്നു ആ ഡിഗ്രി ടെക്സ്റ്റ് ബുക്കിലെ അത്രയും ചോദ്യങ്ങൾ. ഇല്ലെങ്കിൽ തീർച്ചയായും ഞാൻ ഈ അഡ്മിഷൻ എടുത്തതെല്ലാം വെറുതെ ആയി പോയേനെ, എനിക്ക് ആ പേപ്പർ കിട്ടത്തുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനെ അറിയാൻ തുടങ്ങി, മാതാവിലേറെ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ മാതാവിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. മാതാവിലെ വിശ്വാസം ഇതുവരെയും എനിക്ക് പോയിട്ടില്ല. ഇപ്പോൾ ഏകദേശം 9 വർഷത്തോളമായി. അങ്ങനെ ഞാൻ 2018 എൻ്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു, കുട്ടിയായി. എനിക്ക് പിന്നീട് ആ ഉടമ്പടിയിലൂടെ തുടരാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ 2024 ജൂൺ 19 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ചിരുന്ന നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്കത് കൃത്യമായിട്ട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ നടക്കുകയും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ കാറ്റത്തൊക്കെ ആടുന്ന പോലെ അങ്ങനൊരു ഫീലാണ് എനിക്ക്. അതായത് ഞാൻ ഇപ്പം വീഴും എന്നുള്ള ഒരു ഫീലായിരുന്നു. അതായത് നമ്മൾ കണ്ണടച്ച് നടന്നാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ഫീലാണ് ഞാൻ നടന്നു പോകുമ്പോഴും. എനിക്ക് പേടിച്ചിട്ട് ഞാൻ ഒരു സ്ഥലത്ത് പോകില്ല, ഒരാൾക്കൂട്ടത്തിനിടയിൽ പോകില്ല. ഇവിടെ ഉടമ്പടി എടുക്കാൻ വരാൻ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഒത്തിരി നേരം നിൽക്കണം, ഞാൻ എന്തു ചെയ്യും, എവിടെയെങ്കിലും വീണാൽ ആരോട് പറയും എന്നൊക്കെ ഉള്ളത് വെച്ച് എനിക്ക് മടിയായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ. പക്ഷേ ഉടമ്പടി എടുത്ത് ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ, അതിൻ്റെ ഇടയിൽ നമ്മൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തൈലവും ഉപ്പും തേനും ഉള്ളിൽ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് എനിക്ക് ഇന്ന് പൂർണ്ണമായിട്ടും എൻ്റെ രോഗം മാറി. എനിക്ക് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഒരു സ്റ്റേജിൽ നിൽക്കാനായിട്ട് പറ്റി. മറ്റേത് എനിക്ക് ഇങ്ങനെങ്ങും നിൽക്കാൻ പറ്റില്ല. ഞാൻ ഒരു സൈഡിലോട്ട് പോകുന്ന പോലെയും എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എങ്ങും എനിക്ക് പോകാൻ പറ്റില്ല. ഒരാൾ നോക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന, കാരണം മെഡിസിനിലും അതുപോലെ ഹോമിയോ ന്യൂറോയിലെല്ലാം ന്യൂറോയിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ പഠിച്ച മെഡിക്കൽ സയൻസിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊന്നുമില്ല. അപ്പം വീട്ടുകാരും പറഞ്ഞിട്ട് അത്രത്തോളം ഉൾക്കൊള്ളുന്നില്ല. എനിക്കിങ്ങനെയൊക്കെയാണ്, എനിക്ക് തലകറക്കമാണ്, പഠിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനല്ലേ പറഞ്ഞത്. അപ്പോൾ പിന്നെ അവരും അതിൽ ശ്രദ്ധ കൊടുത്തില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളുകൊണ്ടുണ്ട്. കാരണം എനിക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരാൾ കൂടുന്നെടുത്ത് പോവുകയാണെങ്കിലോ എനിക്ക് നേരെ നിൽക്കാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് അവരെ നോക്കി നിന്ന് സംസാരിക്കാൻ പറ്റില്ല. അപ്പോഴേ കാലൊക്കെ ഇടറുന്ന പോലെയും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് 3 മാസത്തിന് ശേഷം, അതായത് ആദ്യത്തെ പുതുക്കലിൽ തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ രോഗം മാറിക്കിട്ടി. അതിന് അമ്മയോടും ഈശോയോടും ഒത്തിരി നന്ദി പറയുന്നു. അതുകൂടാതെ ഞാൻ 2 വർഷം മുമ്പ്, 1.5 വർഷം മുമ്പ് സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് ഒരു ഉടമ്പടി എടുത്തിട്ടില്ല. 1.5 വർഷം മുമ്പ് എടുത്തിട്ടില്ല. 2024 ഞാൻ 2ാമത് ഉടമ്പടി എടുക്കുന്നത്. അപ്പം സെറ്റ് എക്സാമിന് പഠിക്കുന്നുണ്ട്. അങ്ങനെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഫുൾ പോർഷനും പഠിച്ചിട്ടാണ് എക്സാമിന് പോയത്. അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് വിചാരിച്ചു എനിക്ക് കിട്ടും, സെറ്റ് എക്സാം കിട്ടും, ഞാൻ പാസ്സാകും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ 2 മാർക്കിന് ഫെയിലായി. അതെനിക്ക് ഒരുപാട് എന്നെ മാനസികമായിട്ട് തളർത്തി. കാരണം ആ ഒരു സെറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലേ ഒരു സ്കൂളിൽ നമുക്ക് പഠിപ്പിക്കാനായിട്ട്, ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കാൻ പോകാൻ പറ്റൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഈ സെറ്റ് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഞാൻ എങ്ങനെ പോകും? ഞാൻ മാനസികമായിട്ട് ഒരുപാട് സങ്കടപ്പെട്ടു.
അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ ഇവിടുത്തെ അമ്മയെ വീണ്ടും കാണാനായിട്ട് വന്നു. അങ്ങനെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ സെറ്റ് എക്സാമിന് പഠിച്ചു, നന്നായിട്ട് പഠിച്ചു, പക്ഷെ ഞാൻ ഫെയിലായിപ്പോയി. എനിക്ക് ഒത്തിരി വിഷമമാണ്. മാതാവ് എന്താണ് എനിക്ക് തരാഞ്ഞത്? മാതാവിൽ എനിക്ക് അത്രത്തോളം ആഴത്തിൽ വിശ്വാസമാണ്, പിന്നെ എന്താണ് മാതാവ് എനിക്ക് തരാഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ നീ ഉടമ്പടി വന്ന് എടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 2024 വന്ന് രണ്ടാമത് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു. എനിക്ക് എക്സാം നല്ല പാടായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഈ ഫെബ്രുവരിയിൽ എക്സാം ഉണ്ടായിരുന്നു. ഫെബ്രുവരി 2-ാം തീയതി എക്സാം ഉണ്ടായിരുന്നു. ഞാൻ എക്സാം എഴുതാൻ പോയി. എനിക്ക് എക്സാം നല്ല പാടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യവും ഞാൻ വിചാരിച്ചു, ദൈവമേ എനിക്ക് ഇപ്രാവശ്യവും കിട്ടില്ല. അപ്പം ഞാൻ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ പിന്നെ ഞാൻ ഉടമ്പടി എടുക്കാതെയാണ് 1.5 വർഷം മുമ്പ് പോയി എക്സാം എഴുതിയത്. അന്ന് എനിക്ക് കിട്ടിയില്ല, അന്ന് അമ്മ എൻ്റെ കൂടെ ഇല്ല. പക്ഷേ ഇന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ അമ്മ എനിക്ക് തീർച്ചയായിട്ടും തരണം എന്ന് ഞാൻ അമ്മയോട് പറയാൻ തുടങ്ങി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ നിനക്കിഷ്ടമാണെങ്കിൽ മാത്രം എന്നെ പാസ്സാക്കിയാൽ മതി. കാരണം എനിക്ക് അത്രയും ഒരു അറിവില്ലാഞ്ഞിട്ടായിരിക്കാം ദൈവം എന്നെ ആ എക്സാം പാസ്സാക്കാത്തത്. വേണ്ട, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം എന്നെ പാസ്സാക്കിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എക്സാമിന് ഞാൻ പോയി. എക്സാം എനിക്ക് നല്ല പാടായിരുന്നു. പക്ഷേ വന്നിട്ട് ഞാൻ ആൻസർ കീ ഒന്നും നോക്കിയില്ല, കാരണം എനിക്ക് അത്രത്തോളം പാടായിരുന്നു. എക്സാം ആൻസർ കീ നോക്കിയില്ല. 20-ാം തീയതി, ഈ മാസം 20-ാം തീയതി സെറ്റിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ സെറ്റ് പാസ്സായി. അപ്പോൾ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി. എക്സാം പാടായിരുന്നു, പക്ഷെ എന്നാൽ പോലും അമ്മ എന്നെ ഉടമ്പടിയിലൂടെ അമ്മ എന്നെ കാത്തുരക്ഷിച്ചു. അപ്പോൾ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പത്രം ഞാൻ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിലും അതുപോലെ കരുവാറ്റ തുടങ്ങിയ പ്രദേശങ്ങളിലുമൊക്കെ ഞാൻ വിതരണം ചെയ്തിരുന്നു. ജെറേമിയ 32:27 ഞാൻ സകല മർത്തരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ട്. രേവതി പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ പേപ്പറിൽ എന്തെങ്കിലും എഴുതാമെന്ന് വിചാരിച്ചാണ് ഡിഗ്രിയുടെ ടെക്സ്റ്റ് എടുത്ത് പഠിക്കുന്നത്. പരീക്ഷയിൽ ചോദിക്കുന്നതും ഡിഗ്രിയുടെ ടെക്സ്റ്റിൽ നിന്ന്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഇതേപോലെ തന്നെ ആ തലകറക്കത്തിൻ്റെ കാര്യം പറഞ്ഞു. അത് മറ്റാർക്കും മനസ്സിലാവുകയില്ല. രോഗികളുടെ കൂട്ടത്തിൽ രേവതി നിൽക്കുമ്പോൾ രേവതിക്ക് പരിഗണനയൊന്നും കിട്ടില്ല, കാരണം കാഴ്ചയിൽ യാതൊരു കുഴപ്പമില്ല. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അത് തന്നെയാണ്. എന്നാൽ വ്യക്തിപരമായിട്ടൊരു ബുദ്ധിമുട്ട് കാരണം പുറത്തൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഈ വ്യക്തിപരമായിട്ടുള്ള ഈ ഒരു വിഷയം പരിശുദ്ധ അമ്മ ഇടപെട്ട് പരിഹരിക്കുകയാണ്. മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്നെങ്കിലും ഇതിന് ശേഷം യാതൊരു മരുന്ന് പോലും കഴിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. ദൈവം നമ്മുടെ വ്യക്തിപരമായ അവസ്ഥകളിലും ഇടപെട്ട് സഹായിക്കുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ. അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ എന്നെ എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച പരിശുദ്ധ കൃപാസന മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് അന്നമ്മ, ഇതെൻ്റെ ഹസ്ബൻഡ് സാജു, ഇതെൻ്റെ മമ്മി വിമല. ഞങ്ങൾ വരുന്നത് കൊല്ലം ജില്ലയിൽ കോയിവിള സെയിൻറ്റ് ആൻ്റണീസ് ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ജൂൺ മാസം 20-ാം തീയതിയാണ്. ഇപ്പോൾ ഞാൻ 6ാമത്തെ ഉടമ്പടിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ 1.5 വർഷക്കാലം പരിശുദ്ധ അമ്മ എന്നെയും എൻ്റെ കുടുംബത്തെയും വഴി നടത്തിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ മമ്മിയുടെ ഒരു രോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എൻ്റെ മമ്മിക്ക് 2022 ഓഗസ്റ്റ് മാസമായപ്പോൾ ഒരു പനിയും ഒരു യൂറിൻ ഇൻഫെക്ഷനുമായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. എന്നിട്ട് കുറവില്ലായിരുന്നു. പിന്നീട് ഞങ്ങൾ കൊല്ലത്ത് ബെൻസിഗർ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ ഒരു 6 മാസത്തോളം ഞങ്ങൾ ചികിത്സ തുടർന്നു. എന്നിട്ടും മമ്മിക്ക് കുറവില്ല. അവിടെയും 2-3 പ്രാവശ്യം അഡ്മിറ്റ് ആവുകയും മരുന്ന് കഴിക്കുകയും എക്സ്റേയും സ്കാനിങ്ങും എല്ലാ ചികിത്സകളും ചെയ്തെങ്കിലും മമ്മിക്ക് കുറവുണ്ടാകുന്നില്ല. ഈ 6 മാസത്തോളം കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ കൊല്ലത്ത് NS ഹോസ്പിറ്റലിൽ കാണിച്ചു. എന്നിട്ടും മമ്മിക്ക് ഒരു കുറവും ഉണ്ടാകുന്നില്ല. അവിടെ ഒരു പ്രാവശ്യം അഡ്മിറ്റ് ആയപ്പോൾ മമ്മിക്ക് യൂറിൻ പോകാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ മമ്മിക്ക് ട്യൂബ് ഇടണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച ഞങ്ങൾ അവിടെ ട്യൂബിട്ട് കിടന്നു. അതിനുശേഷം മമ്മി വീട്ടിൽ കൊണ്ടുവന്നും ട്യൂബിട്ട് തന്നെ കിടന്നു. ഡോക്ടർ പറഞ്ഞായിരുന്നു ഇനി ജീവിതകാലം മുഴുവൻ മമ്മിക്ക് ട്യൂബിട്ട് തന്നെ കിടക്കണമെന്ന്. പക്ഷേ അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പരിശുദ്ധ കൃപാസന മാതാവിനെ കുറിച്ച് അറിയാമായിരുന്നു. എനിക്ക് ധാരാളം പത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്കിലും പക്ഷേ ഞാനതൊന്നും നോക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു.
കുറേ നാൾക്ക് ശേഷം എൻ്റെ സഹോദരിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. അവളാണ് എനിക്ക് മാതാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു തന്നത്. ഇവിടെ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ടതാണെന്നും നമ്മൾ എന്ത് കാര്യം മാതാവിനോട് ചോദിച്ചാൽ മാതാവ് നമുക്ക് സാധിച്ചു തരുമെന്നും എൻ്റെ അടുത്ത് പറഞ്ഞു. അതിന് ഫലമായി ഞാൻ പിന്നീട് അവൾ എനിക്ക് അണിച്ചു തന്ന സാക്ഷ്യങ്ങളും ഉടമ്പടി ആരാധനകളും ഞാൻ കൂടുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അതിൽ കണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് പിറ്റേന്ന് അന്ന് രാത്രി തന്നെ ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു. പിറ്റേന്ന് അങ്ങനെ പ്രാർത്ഥന തുടർന്ന് എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം മമ്മിയുടെ നെറ്റിയിലും കഴുത്തിലും എല്ലാം കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പും കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂറിനും പോകാൻ ഇട്ടേക്കുന്ന ട്യൂബ് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. പിന്നീട് മമ്മിക്ക് ഇൻഫെക്ഷൻ മാറുന്നുണ്ടായില്ല. അങ്ങനെ കുറേ നാൾ ഞങ്ങൾ ചികിത്സിച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരു കുറവ് കാണാൻ തുടർന്ന് വീണ്ടും ഞങ്ങൾ തിരുവനന്തപുരം കിംസിൽ പോയി. അവിടെ ചെന്നു അവിടെയും ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് കുറവുകളൊക്കെ വന്നെങ്കിലും പൂർണ്ണമായിട്ടൊരു സൗഖ്യം കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് മമ്മി ഒരു ദിവസം ഒരു സ്വപ്നം കാണുന്നത്. ഒരു ദിവസം വെളുപ്പാങ്കാലം മമ്മി ഒരു സ്വപ്നം കണ്ടത്. സ്വപ്നത്തിൽ ഒരു പള്ളിയുടെ അൾത്താരയും പള്ളിയുടെ മുൻവശവുമാണ് കാണുന്നത്. അവിടെ മമ്മി ഒരു ബെഞ്ചിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ വന്ന് എല്ലാവരുടെയും മേലിൽ ഉപ്പ് വാരി വിതറുന്നതായിട്ട് മമ്മി സ്വപ്നം കണ്ടു. മമ്മി അപ്പോൾ പിറ്റേന്ന് തന്നെ രാവിലെ പറഞ്ഞു, മോളെ ഇന്ന കണക്ക് ഞാനൊരു സ്വപ്നം കണ്ടു. ഒരമ്മ വന്ന് എല്ലാവരുടെയും മുഖത്തും ദേഹത്തും എല്ലാം ഇങ്ങനെ ഉപ്പ് വാരി വിതറുന്നു. മമ്മിയുടെ മുഖത്തും എല്ലാം വീണ് മമ്മിക്കത് നാവിൽ രുചിക്കുവാൻ പറ്റിയെന്നും മമ്മി പറഞ്ഞു. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഒരു കാര്യം നീ വിഷമിക്കേണ്ട, കാരണം മമ്മിയുടെ രോഗം പരിശുദ്ധ അമ്മ എടുത്തിട്ടുണ്ട്, നമ്മൾ ഇനി ഒന്നും കൊണ്ടും തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. എല്ലാം പരിശുദ്ധ അമ്മ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ആ ആഴ്ചയിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ കൃപാസനത്തിൽ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുവാനൊരു അവസരം ലഭിച്ചു. അങ്ങനെ മമ്മി ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ തലയ്ക്ക് കൈപിടിച്ച് പ്രാർത്ഥിച്ചു, സൈത്ത് പുരട്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ പിന്നീട് ഹോസ്പിറ്റലിൽ ചെന്ന് ട്രീറ്റ്മെൻറ്റിനായിട്ട് ചെന്നപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ മമ്മിയുടെ ഇൻഫെക്ഷൻ 1% പോലും ഇല്ല എന്ന് ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. രണ്ടാമതായിട്ട് മമ്മിക്ക് തന്നെ കിട്ടിയ ഒരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. മമ്മിക്ക് 1 വർഷത്തോളമായിട്ട് വാരിയലിൽ വേദന ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു 2 വർഷത്തോളം യൂറിൻ ഇൻഫെക്ഷന് ചികിത്സയിലായിരുന്നത് കൊണ്ട് അത് നമ്മൾ കാര്യമാക്കിയില്ല. കാരണം യൂറിൻ ഇൻഫെക്ഷൻ വന്നാൽ എല്ലാവർക്കും നടുവുവേദന, വയറുവേദന, പിന്നെ യൂറിൻ പോകാൻ ബുദ്ധിമുട്ട്, എരിച്ചിൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അന്നേരം നമ്മൾ കരുതിയിരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും ഇതെന്നാണ് ചിന്തിച്ചത്. അങ്ങനെ ഒരു 5-6 മാസം മുന്നേ മമ്മിക്ക് വയ്യാതെ ആയപ്പോൾ മമ്മി ഒരു ദിവസം അടുത്തുള്ളൊരു ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ മമ്മിയെടുത്ത് പറഞ്ഞ് എക്സ്റേ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആ എക്സ്റേക്കകത്ത് വാരിയലിനകത്ത് പൊടിച്ചിലുണ്ടെന്നാണ് പറയുന്നത്. വാരിയൽ ചെറുതായിട്ട് പൊടിയുന്നുണ്ടെന്ന് പറയും. അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി MRI ചെയ്തുകൊണ്ട് വന്നാലേ നമുക്കത് അടുത്ത ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി പോയി MRI സ്കാൻ എടുക്കാനായിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ കൃപാസന മാതാവിനെ വിളിച്ച് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, പരിശുദ്ധ കൃപാസന മാതാവേ, എൻ്റെ മമ്മിക്ക് ഇങ്ങനെ ഒരു യാതൊരു രോഗം ഉണ്ടെന്ന് ഇനി സ്കാൻ ചെയ്തിട്ട് വരുമ്പോൾ പറയല്ലേ എന്ന് ഞങ്ങൾ മുട്ടിപ്പായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മമ്മി സ്കാനിങ്ങും റിപ്പോർട്ടുമായി ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മമ്മിക്ക് യാതൊരു കുഴപ്പവുമില്ലെന്നും ആ എക്സ്റേയിൽ കണ്ട യാതൊരു കുഴപ്പവും ആ MRI സ്കാനകത്തില്ലെന്ന് പറഞ്ഞു. ഇത്രയൊരു വലിയ അനുഗ്രഹം ചെയ്തു തന്ന പരിശുദ്ധ കൃപാസനം മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നീട് ഇനി ഞാൻ പറയുന്നത് എനിക്ക് പരിശുദ്ധ അമ്മ വഴി ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് 20 വർഷമായിട്ട് ഉണ്ടായിരുന്നതാണ് അലർജി. രാവിലെ ആകുമ്പോൾ എന്നും തുമ്മലും പനിയുമാണ്. അത് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. പിന്നെ എന്നും മരുന്ന് വെടിപ്പുമൊക്കെയാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഒരു തുണിക്കടയും തയ്യൽ കടയുമാണുള്ളത്. ഒരു 4-5 സ്റ്റാഫുകൾ ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും തുണി കട്ട് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ ആ തുണിയുടെ പൊടിയും അതിൻ്റെ അലർജിയും അല്ലാതുള്ള ഇതും എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ശക്തമായ തലവേദനയുമാണ്. അതും ഇതേ കണക്ക് 4 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ആ തലവേദന ചില ദിവസങ്ങളിൽ 2 ദിവസം 3 ദിവസം വരെയൊക്കെ എനിക്ക് നിൽക്കാറുണ്ട്. പക്ഷേ ഇതിനൊന്നും ഞാൻ തലവേദനയ്ക്കൊന്നും മരുന്ന് മേടിക്കത്തില്ല, കാരണം ഇതെല്ലാം നമുക്കങ്ങ് ശീലമായിപ്പോയി എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നില്ല. പരിശുദ്ധ അമ്മ ഈ 2 രോഗത്തിൽ നിന്നും പൂർണ്ണ സൗഖ്യം നൽകി എന്നെ അമ്മ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. അതിനുശേഷം എൻ്റെ മക്കളുടെ പഠനത്തിന് വേണ്ടി ഞാൻ ഇവിടെ നിയോഗം വെച്ചിരുന്നു. മക്കളുടെ 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെയും പരീക്ഷയ്ക്ക് വിജയത്തിന് വേണ്ടിയും അഡ്മിഷൻ കിട്ടുവാനായിട്ടും മകന് +2 കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടുവാനായിട്ട് ഞാനിവിടെ നിയോഗം വെച്ചിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം വളരെ വേഗം എൻ്റെ മകൻ അഡ്മിഷൻ കിട്ടാൻ സാധിച്ചു. അതിനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. പിന്നീട് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുണ്ടായ ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്.
ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഞാൻ യൂട്യൂബിലൂടെ ആരാധനയും കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ കേൾക്കുമായിരുന്നു. അതിൽ നിന്ന് എല്ലാവർക്കും കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ആ സമയത്ത് ജപ്തിയെക്കുറിച്ചും ഓരോരുത്തരുടെയും കടബാധ്യതകൾ മാറിയതും അങ്ങനെ ബന്ധപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ച് എനിക്ക് അറിയാനിടയായി. അങ്ങനെ ഞാൻ ആരാധന കണ്ടപ്പോൾ നിയോഗം ടൈപ്പ് ചെയ്ത് വിടുമായിരുന്നു. എനിക്ക് അന്നൊരു ബാങ്കിൽ ഒരു ലോൺ ഉണ്ടായിരുന്നു. ആ ലോൺ ഏകദേശം കുടിശ്ശിക ഉൾപ്പെടെ 4,85,000 രൂപയായിരുന്നതാണ്. കാരണം ഞങ്ങളുടെ കടയിൽ കൊറോണ ടൈമിൽ ഞങ്ങൾക്ക് ഒരുപാട് വർക്കില്ലാതെ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ആ രീതിയിലുള്ളതായിരുന്നു സാമ്പത്തിക ബാധ്യതകൾ. അങ്ങനെ അതിനും ഞാൻ ഉടമ്പടിക്ക് മുൻപ് മനസ്സുകൊണ്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ലോൺ ഞങ്ങൾക്ക് 3,10,000 രൂപയായി കുറച്ച് പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. പരിശുദ്ധ കൃപാസനം മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. അതിനുശേഷം ഞങ്ങളുടെ തൊഴിൽ മേഖലയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്റ്റാഫുകളുടെ ആയാലും അല്ലാതെ ആയാലും പല രീതിയിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾക്കെല്ലാം വേണ്ടി ഞാനൊരു നിയോഗം അമ്മയോട് സമർപ്പിച്ചിരുന്നു. ആ നിയോഗവും പരിശുദ്ധ അമ്മ ഏറ്റെടുത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളിലും അമ്മ എന്നെ വഴി നടത്തി. ആ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അദ്ദേഹം ഉടമ്പടിയിൽ എടുക്കാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, ആദ്യത്തെ നിയോഗം വെക്കേണ്ടത് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ വരണമെന്നായിരുന്നു. അങ്ങനെ ആദ്യത്തെ നിയോഗം അതാണ് വെച്ചത്. രണ്ടാമത് എൻ്റെ മകൻ്റെ അഡ്മിഷന് ഇച്ചിരി ബുദ്ധിമുട്ട് നേരിട്ട സമയമായതുകൊണ്ട് ഞാൻ പറഞ്ഞു അഡ്മിഷന് വേണ്ടിയും വെക്കുക എന്ന്. ബാക്കി ഒരു നിയോഗവും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഒന്നും. അത് അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെന്ന് ചിന്തിച്ചു. അങ്ങനെ ഇരിക്കെ ഇവിടെ നിയോഗവും വെച്ച് ഞങ്ങൾ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ എൻ്റെ മകന് ആ ആഴ്ച തന്നെ എൻ്റെ മകൻ അഡ്മിഷൻ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. അതേപോലെ ഉടമ്പടിയുടെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് ഒരു വസ്തു വിൽക്കുവാനുണ്ടായിരുന്നു. ആ വസ്തുവിനായിട്ട് ഒരാൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് നിയോഗത്തിൽ എൻ്റെ ഹസ്ബൻഡ് ആ വസ്തുവിൻ്റെ നിയോഗമായിട്ട് വെച്ചിരുന്നു എന്നത്. കാരണം 16 വർഷമായിട്ട് ഞങ്ങൾ വിൽക്കണമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്നതാണ്. പല സാഹചര്യങ്ങൾ മൂലം അത് വിൽപ്പന നടക്കുന്നില്ല. നമ്മളോട് ഒരാൾ വന്ന് വില പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നതിൻ്റെ 4 വില പോലും ആരും പറയത്തില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ആ വസ്തുവിനും ഏകദേശം ഒരു 2 ആഴ്ച കൊണ്ട് പരിശുദ്ധ അമ്മ അതിൻ്റെ കുറച്ച് വസ്തു വിൽക്കുവാനായിട്ട് ഞങ്ങളെ സഹായിച്ചു. അതിനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ മിക്കവാറും എല്ലാ ഞായറാഴ്ചയും കൃപാസനത്തിൽ വരും. കാരണം എനിക്ക് ജോലിയും തയ്യൽക്കാരും തിരക്കുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതൊന്നും വകവെക്കാതെ എല്ലാ ഞായറാഴ്ചയും ഞാനിവിടെ മിക്കവാറും എല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്ന് കുർബാന അർപ്പിക്കുകയും ഇവിടെ നിന്ന് ധ്യാനം കൂടുകയും ഇവിടെ നേരിട്ടുള്ള ധ്യാനം കൂടിയാൽ തന്നെ ഞാൻ എല്ലാ ഓൺലൈനിലെ ആരാധന ഞാൻ കൂടുവാറുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ചും കൊണ്ട് പോയി എൻ്റെ കടയിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഞങ്ങളുടെ റോഡ് ഏരിയയിൽ കൂടെ പോകുന്ന എല്ലാവർക്കും ഞാൻ കൊടുക്കും. അതേപോലെ ഹോസ്പിറ്റലുകളിൽ പോയി ഞാൻ പത്രം കൊടുക്കാറുണ്ട്. പിന്നീട് ഞാനും ഹസ്ബൻഡും കൂടെ സ്കൂട്ടറിൽ പോയി വഴിയരികിൽ നിൽക്കുന്നവർക്ക് പലർക്കും പറഞ്ഞു കൊടുക്കും. ഞാൻ ഒരു പത്രം പോലും ഇതുവരെയും വെറുതെ ഒന്നും മിണ്ടാതെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോയിട്ടില്ല. ഒരിക്കലും ഞാൻ പള്ളികളിൽ എൻ്റെ ജീവിതത്തിൽ ഇതേവരെ ഞാൻ പത്രം കൊടുത്തിട്ടില്ല. കാരണം പള്ളിയിൽ നമ്മൾ തിരക്കോട് കൂടി പോകുമ്പോൾ നമ്മളവിടുത്തെ ആരും ഒന്നും പറയാറുമില്ല. അതുകൊണ്ട് ഈ പത്രം ഒന്നും ഒരിക്കൽ പോലും ഞാൻ പള്ളികളിൽ കൊടുത്തിട്ടില്ല. പിന്നീട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഉടമ്പടി എടുക്കുവാനായിട്ട് ഞാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം നിർബന്ധിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഞാൻ പറഞ്ഞ് എൻ്റെ കടയിൽ വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അല്ലാതെ എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവരുമായിരുന്നു ഉടമ്പടി എടുക്കാനായിട്ട്. കഴിഞ്ഞ മാസവും ഞാനൊരു ചേച്ചി ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. ആ ചേച്ചിക്ക് വേണ്ടി ആ ഒരു ദിവസം ഞാൻ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഇവിടെ ഞാൻ ചെലവിട്ട് ആ ചേച്ചി ഉടമ്പടി എടുപ്പിച്ചിട്ട് പോയി. ആ ചേച്ചിയിൽ ഞാൻ ഇന്നലെ അറിയാൻ കഴിഞ്ഞത് അവരുടെ നിയോഗങ്ങൾക്കെല്ലാം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ്. അവരും ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും. പിന്നീട് ജപമാല റാലി ഞാൻ 2 വർഷമായിട്ട് ജപമാല റാലിക്ക് വരുന്നുണ്ട്. ഞാൻ വരുമ്പോൾ ഒരു വാഹനവും സംഘടിപ്പിച്ച് അതിൽ 10-25 ആദ്യത്തെ ട്രിപ്പ് 19 പേരുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എന്നാൽ 25 സീറ്റിൻ്റെ വണ്ടി ആയിരുന്നിട്ട് പോലും 35 പേരായി. എനിക്കറിയത്തില്ല ആളുകൾ തറയിൽ സ്റ്റെപ്പിലിരുന്നു എങ്ങനെയൊക്കെയോ വന്നു 35 പേരാണ് ആ വാഹനത്തിൽ വന്നത്. അങ്ങനെ ഇവിടെ വന്ന് ആ ജപമാല റാലിയിൽ പങ്കെടുത്ത ആളുകൾക്കും ഒരുപാട് പേര് നിരവധി അനുഗ്രഹങ്ങൾ കിട്ടിയ കാര്യം എൻ്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അവരിവിടെയും വരുന്നുണ്ട് പലരും സാക്ഷ്യം പറയുവാനായിട്ട്. അങ്ങനെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ ഒരു കൂട്ടായ്മയുണ്ട്. കുറേ പേരുണ്ട് ഉടമ്പടി എടുത്തവർ. ഞങ്ങൾ എല്ലാവരും കൂടെ പൈസ ഇട്ട് ആളുകൾക്ക് അനാഥാലയങ്ങളിൽ ഫുഡ് കൊടുക്കാനും ഹോസ്പിറ്റൽ ചികിത്സയ്ക്ക് ആവശ്യമായ പൈസകൾ കൊടുക്കാനും ആരും എന്നോടൊരു പൈസയുടെ ആവശ്യമായിട്ട് ഒരു ചികിത്സയ്ക്കൊരു സാമ്പത്തിക സഹായം ചോദിച്ചാലും ഞാൻ എല്ലാവർക്കും പൈസ നൽകി സഹായിക്കാറുണ്ട്. ആത്മീയമായ വളർച്ചയെന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ജപമാലയിൽ കൂടുതലായിട്ട് ആഴപ്പെട്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിച്ചത്. ഞാൻ എന്നും വർഷങ്ങളായിട്ട് ഒരു 16 വർഷത്തോളമായി ഞാൻ ദിവസവും രാവിലെ ജപമാല ചൊല്ലുന്നതാണ്. പക്ഷേ ഈ ഉടമ്പടിക്ക് മുൻപേയുള്ള ജപമാലകൾ ചൊല്ലി എന്ന് പറയുന്നതാണ് സത്യം.
ജപമാല ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത് ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അതേപോലെ തന്നെ ദിവ്യബലിയിലും നല്ല രീതിയിൽ സജീവമായി പങ്കെടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പലരോടും എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം പരിശുദ്ധ അമ്മ ഈശോയും ഓർത്ത് അവരോടൊക്കെ ക്ഷമിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്രയും തന്ന പരിശുദ്ധ കൃപാസന പ്രസാദവര മാതാവിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 89:20 മുതലുള്ള തിരുവചനങ്ങളിൽ ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും, എൻ്റെ ഭുജം അവന് ശക്തി നൽകും. ഉടമ്പടിയെടുത്ത മക്കൾ, പ്രത്യേകിച്ച് അന്നമ്മ സാജു, തൻ്റെ കുടുംബത്തിൻ്റെ അനുഭവങ്ങളാണ്, ദൈവ അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. രോഗസൗഖ്യമുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളിൽ നിന്നുള്ള തങ്ങൾക്ക് എങ്ങനെയാണ് ആ തകർച്ചകളെ നേരിടാനായിട്ട്, ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് ഉടമ്പടി സഹായിച്ചത്, മക്കളുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്ന ഉയർച്ചകൾ, അങ്ങനെ പിന്നെ വരുമാന മാർഗം വർദ്ധിക്കുന്നത്, അതുപോലെ വർഷങ്ങളായിട്ട് വിറ്റ് പോകാത്ത വസ്തുക്കൾ വിറ്റു പോകുന്നത്, ഇതൊക്കെ നാം കേട്ടു. ഈ മകളിവിടെ പറയുന്നു, 16 വർഷത്തോളമായി ഞാൻ ജപമാല കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്. എന്നാൽ ഞാനത് ചൊല്ലലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുന്നത്, അർത്ഥമറിഞ്ഞ് ജപമാല പ്രാർത്ഥിക്കുന്നത്, അതുപോലെ വിശുദ്ധ കുർബാന അനുഭവമായിട്ട് ഇപ്പോഴാണ് എനിക്ക് അത് കൂടുതൽ പങ്കാളിത്തം ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ. ഇവിടെ തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, വിശുദ്ധ തൈലം കൊണ്ട് ദാവീദിനെ അഭിഷേകം ചെയ്ത് തൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കുമെന്നും എൻ്റെ ഭുജം അവന് ശക്തി നൽകുമെന്നും തിരുവചനത്തിലൂടെ ദാവീദിനെ ഉദ്ദേശിച്ച് ദൈവം അരുളി ചെയ്യുമ്പോൾ ഇന്ന് ഉടമ്പടി എടുത്ത മക്കൾക്ക് എങ്ങനെയാണ് ദൈവം കൂടെ വരുന്ന അനുഭവങ്ങൾ ഉണ്ടാവുക? ഇന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ദിവ്യബലി മധ്യേ ദാവീദിൻ്റെ ജീവിതത്തിൽ, ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ പ്രസൻസ് എങ്ങനെയാണ് ഉണ്ടായത്, അതായത് തൻ്റെ തകർച്ചകളിലും ദാവീദ് രാജാവിന് എങ്ങനെ തൻ്റെ തകർച്ചകൾ ദൈവിക കൃപകളായി മാറി എന്നുള്ളത് അച്ഛൻ വളരെ വ്യക്തമായിട്ട് തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മോട് പങ്കുവയ്ക്കുകയുണ്ടായി. ഇന്ന് ഈ കുടുംബം ഇവിടെ നിൽക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ മറ്റുള്ളവർക്ക് എടുക്കുന്ന സമയം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് തനിക്കൊരു കടയൊക്കെയുണ്ട്, തയ്യൽ കട, സ്റ്റാഫുണ്ട്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് താൻ സമയമെടുക്കുന്നു, ഞായറാഴ്ചകളിൽ ഇവിടെ വരുന്നു, ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരോടൊത്ത് സമയം ചിലവഴിച്ച് അവർ ഉടമ്പടി എടുത്ത് പോകുന്നത് വരെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ജപമാല റാലിക്ക് വാഹനത്തിൽ ആളുകളെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കൈ ഓരോ കുടുംബത്തോടുമൊപ്പം ഉണ്ടാകുന്നതിൻ്റെ അനുഭവമാണ് പിന്നീട് സാക്ഷ്യമായിട്ട് നാം കേൾക്കുക. തൻ്റെ അമ്മയ്ക്ക് രോഗസൗഖ്യം ലഭിച്ചു. വർഷങ്ങളായിട്ട് ആ അമ്മ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് പോകുമ്പോൾ അമ്മയ്ക്ക് കിട്ടുന്ന രോഗസൗഖ്യം ഈ മകൾക്ക് 20 വർഷമൊക്കെ ആയിട്ടുണ്ടായിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നത്, ഇതൊക്കെ നാം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ കൈയാണ് നമ്മുടെ കൂടെ സഞ്ചരിക്കുക. ഈ വിശുദ്ധ തൈലം കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്ത് നാം ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പോകുമ്പോൾ തീർച്ചയായും ദൈവിക കൃപകൾ നമ്മിലേക്ക് ചൊരിയപ്പെടുകയാണ്. അതിനുള്ള ഒരു പ്രതലം നാം ആണ് ഒരുക്കിയെടുക്കേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റത്തിലൂടെയാണ് ആ ഒരു ചേഞ്ചസ്. നാം തന്നെ ഒരു പാത്രമായി മാറുന്നു, കർത്താവിന് കുടിയിരിക്കാൻ പറ്റിയ ഒരു പാത്രം. ഈ പാത്രം നാം ആകുമ്പോൾ മാത്രമേ കർത്താവിന് നമ്മുടെ ഇടയിൽ വന്ന് വസിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ഓരോ മക്കളും ചെയ്ത് ഈശോയെ നേടിയെടുക്കുന്നത്. തനിക്കും തൻ്റെ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും ഈ മക്കളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ. പേര് കലാരഞ്ജിനി, റാന്നിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 27/10/2023 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ, ഞാൻ ശരിക്കും അമ്മയെപ്പറ്റി അറിഞ്ഞിരുന്നില്ല.
എൻ്റെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ വന്നിരുന്നേനും. അപ്പം എനിക്കൊരു 3.5 വർഷമായിട്ട് എന്നോടൊപ്പം നിലനിന്നിരുന്ന ഒരു രോഗമുണ്ടായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അലോപ്പതി ചെയ്തു, ആയുർവേദം ചെയ്തു, ഹോമിയോ ചെയ്തു, പച്ചമരുന്ന് ചെയ്തു. അങ്ങനെ അവസാനം ഡോക്ടർമാർ പോലും എന്നോട് ചോദിച്ചു, ഇത്രയും മരുന്ന് കഴിച്ചിട്ട് ഇതെന്തുകൊണ്ട് ഈ രോഗം ഭേദമായില്ല? ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് അറിഞ്ഞുകൂടെ, എനിക്കറിയില്ലല്ലോ എന്താണ് രോഗമെന്ന്. അന്നേരം അവർ പറയുന്നത് വെള്ളപ്പോക്ക് എന്നൊരു രോഗമാണെന്നാണ് പറയുന്നത്. ശരിക്കും ഗർഭപാത്രത്തിൽ നമ്മളെ മൂത്രം പോകുന്നത് പോലെ ഒരു വൈറ്റ് ഫ്ലൂയിഡ് പൊക്കോണ്ടിരിക്കുക. ഒരു പാട് വെക്കാതെ എനിക്കൊരു സ്ഥലത്തും പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു ടീച്ചിങ്ങിലാണ് എനിക്ക് താല്പര്യം, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 3.5 വർഷമായിട്ട് എനിക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയായിരുന്നു. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഇനിയും ഞാനൊരു ഹിന്ദുവായിട്ടാണ് ജനിച്ചത്, ഒരു ഹിന്ദു വിശ്വാസമായിരുന്നു. അങ്ങനെ രാവിലെ 3 മണിക്ക് എണീറ്റ് കുളിച്ച് തിരി കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഏത് ദൈവത്തെ വിളിക്കണം? ഒരു ദിവസം ഞാനിങ്ങനെ രാവിലെ ഇതുപോലെ കരഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഒരു കുട്ടി പത്രവുമായിട്ട്, കൃപാസന അമ്മയുടെ പത്രവുമായിട്ട് വീട്ടിൽ വന്നു പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരു കുട്ടിയാണ്. അപ്പം അതിൻ്റെ അനുഭവങ്ങളൊക്കെ അതിന് അമ്മ കൊടുത്ത കൃപകളും അനുഗ്രഹങ്ങളും എല്ലാം എന്നോട് പറഞ്ഞു തന്നെ എനിക്കൊരാശ്രയം അമ്മ തന്നെയാണെന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞു, വിൻഷേട്ടാ ഇതുപോലെ നമുക്ക് അമ്മയുടെ അടുത്ത് വരെ പോകാമെന്ന് പറഞ്ഞു. നാളെ എനിക്ക് പറ്റില്ല, ഒരു കാര്യം ചെയ്ത് നോക്കും, മറ്റന്നാൾ പോകാം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ കരഞ്ഞ് ഉടമ്പടി എടുത്തു. അങ്ങനെ 1 മാസം പോലും ആയില്ല. 1 മാസം ആകുന്നതിന് ഒരാഴ്ച മുമ്പ് നമ്മുടെ അച്ഛൻ്റെ ധ്യാനത്തിൽ ഞാൻ കയറിയപ്പോൾ അച്ഛന് പറയുന്നു, ഗർഭപാത്രത്തിൽ ഒരു പിന്നെ കക്കയുടെ നിറമുള്ള ഒരു വൈറ്റ് കളറുള്ളതാണ്, ഇങ്ങനെ പാട പോലെ രൂപപ്പെട്ടു. ആ രോഗമുള്ള വ്യക്തിയെ അമ്മ അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് എനിക്ക് സന്തോഷമായി, എന്നെ അമ്മ കാണുന്നുണ്ടല്ലോ എന്ന് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ പെട്ടെന്നത് എനിക്ക് എൻ്റെ രോഗത്തെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, അവർക്കെല്ലാം ഞാനിത് അയച്ചു കൊടുത്തു. അച്ഛൻ്റെ പ്രാർത്ഥനയും ആ അച്ഛൻ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന ഞാൻ കേട്ട് ഒരാഴ്ച ആയില്ല, ഒരു മരുന്നും കഴിക്കാതെ തന്നെ എനിക്ക് ആ രോഗം ഭേദമായി. അതുപോലെ രണ്ടാമത് എൻ്റെ മമ്മിക്ക് ഇതുപോലെ 3 വർഷം അടുപ്പിച്ച് ആദ്യം വെള്ളം പൊങ്ങിയപ്പോഴത്തെ ഒരു വിഷം തൊട്ടിരുന്നു. 99% ശരീരത്തിൽ വിഷം കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിഷം തൊട്ട് പിന്നെ വരുന്ന തുടർച്ചയായി 3 വർഷങ്ങളിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൊറിയും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഈ ശരീരമാസകലത്തെ തൊലി മുഴുവനും അങ്ങനെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ജീർണിച്ചൊരു ശരീരം എന്ന് പറയാം. അങ്ങനെ വന്നിട്ട് ഒരുപാട് ഡോക്ടർമാർക്ക് പോലും അറിയില്ല എന്താണ് ഈ അസുഖത്തിന് കാരണം. 3 വർഷം അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ വരികയാണ്. അങ്ങനെ വന്ന് പിന്നെ കുറേ നാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് ഈ രോഗം മാറുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ 27/10/2023 ഉടമ്പടി എടുത്ത് ഞാൻ അതിനുശേഷം ഇത്ര നാൾ വരെ ഈ രോഗം വന്നിട്ടേ ഇല്ല. ഇപ്പം നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നു എൻ്റെ അമ്മ. വരാൻ സാധിച്ചില്ല, പനിയായിരുന്നു, കുഞ്ഞിന് പനിയായിരുന്നുകൊണ്ട് വരാൻ സാധിച്ചില്ല. എൻ്റെ അച്ഛൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിലുണ്ടായിരുന്നു. വക്കീൽ പറഞ്ഞു, ചേട്ടാ നമുക്കിത് ജയിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ, അച്ഛൻ്റെ ഭാഗത്താണ് നീതി, എങ്കിലും നമുക്കറിയില്ലല്ലോ കേസ് സാധാരണ അങ്ങനെ ജയിക്കാറില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പറഞ്ഞു ഡാഡി, അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഡാഡിയുടെ കാര്യം അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു. അദ്ദേഹം ഒരുപാട് കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയാണ് എൻ്റെ ഫാദർ. പിന്നെ ആരും ഇല്ലാത്തവരെ അനാഥാലയത്തിലാക്കുകയും വയ്യോടുത്ത് കിടക്കുന്നവരെ അവർക്ക് പിന്നെ എവിടെ അനാഥാലയത്തിലാക്കി അവരെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ്.
അദ്ദേഹം പിന്നെ വക്കീൽ ആ കേസിൽ വിജയിച്ചു. വക്കീൽ പറഞ്ഞു എങ്ങനെയാണ് ആ കേസ് വിജയിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഡാഡി മറ്റാരുമല്ല അത് വാദിച്ചത്, അമ്മ തന്നെയാണ് അവിടെ വന്ന് വാദിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ആ കേസ് വിജയിച്ചു. ശരിക്കും ആ മെമ്പർ എന്നുള്ള സ്ഥാനത്ത് നിലനിൽക്കുവാനുള്ള ഒരു അവസരം പോലും ഇല്ലായിരുന്നു. ആ സ്ഥാനത്ത് മുൻകാല പ്രാബല്യത്തോടുകൂടി ഓണറേറിയം അനുവദിച്ചുകൊണ്ട് എത്രയും നാളാണോ അവരുടെ കാലാവധി ഉള്ളത് ആ കാലാവധി വരെ തുടരുവാനുള്ള ഒരു അനുഗ്രഹവും അമ്മ വാദിച്ചു കൊടുത്തു. എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കോർണിയയ്ക്ക് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നല്ല മുറിവായിരുന്നു. അത് പോയിൻ്റ് തന്നെയായിരുന്നു. അപ്പം നമ്മൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു കോർണിയ തന്നെയാണല്ലോ അത് മുറിഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ആകെ ഭയന്നു പോയി. ഒരു കാര്യം എന്തായാലും ഒരു 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ പോയി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വൈകുന്നേരം വരുന്ന അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഇടത് കണ്ണിൽ അമ്മയുടെ തൈലം പുരട്ടിക്കൊടുത്തു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പം ഡോക്ടർക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഇതെങ്ങനെ കരിഞ്ഞു വന്നു. ഞാൻ അന്നേരം പെട്ടെന്ന് പറഞ്ഞു എൻ്റെ കൃപാസനമ്മയാണ് ഡോക്ടറെ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ മുറിവെല്ലാം കരിച്ചത്. എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ച വരെ കൊടുത്തത് അമ്മയാണ്. അപ്പോൾ ഡോക്ടർക്ക് സംശയം ഇനി കാഴ്ചയ്ക്ക് വല്ലതും കുഴപ്പമുണ്ടോ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല. ഇപ്പോഴും അമ്മയുടെ അനുഗ്രഹത്തോടെ ഒരു കുഴപ്പമില്ലാതെ തന്നെ പോകുന്നു. പിന്നെ നമ്മുടെ വാഹനാപകടത്തിൽ നിന്നല്ല. ഒരു ദിവസം ഞങ്ങൾ പരുമലപ്പള്ളിയിൽ ഇങ്ങനെ രാത്രി പോകാൻ എൻ്റെ ഹസ്ബൻഡ് ഉറങ്ങിപ്പോയി. വാഹനം മറിയേണ്ടതായിരുന്നു. എടുത്തു വെച്ചതുപോലെ വാഹനം നിന്നു. പോകുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു മിഷേട്ടാ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു കാശുരൂപം കൂടി എടുത്തോളൂ എന്ന് പറഞ്ഞു. അമ്മയുടെ കാശുരൂപം കൊണ്ടാണ് ഞാൻ പോയത്. എവിടെ പോയാലും കാശുരൂപം കൊണ്ടാണ് പോകുന്നത്. അതിൻ്റെ അനുഗ്രഹവും അമ്മ എപ്പോഴും തരുന്നുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾ വസ്ത്രം കുഞ്ഞുങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളെക്കൊണ്ട് കഴിയുന്ന പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. നമ്മളെക്കൊണ്ട് കഴിയുന്ന നമുക്കറിയാമല്ലോ വിശന്ന് നിൽക്കുന്നവരൊക്കെ കണ്ട് നമുക്കറിയാം. അങ്ങനെയുള്ളവർക്ക് നമ്മൾ പൈസ കൊടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണം വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ വേണമെന്നല്ല ഭക്ഷണം തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഭക്ഷണം വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഹസ്ബൻഡാണെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന എന്നെക്കാട്ടിൽ കൂടുതൽ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് അദ്ദേഹമാണ്. കാര്യം എൻ്റെ കയ്യിൽ എപ്പോഴും പൈസ കാണണമെന്നില്ല, അദ്ദേഹം ചെയ്യുന്നുണ്ട്. പത്രം കൊടുക്കും, കൃപാസന പത്രം കൊടുക്കാറുണ്ട്. ബൈബിൾ വായിക്കുമെന്നും പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 11-ാം അധ്യായത്തിൽ 40-ാം തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? തൻ്റെ സഹോദരനായ ലാസറിൻ്റെ മരണത്തോടനുബന്ധിച്ച് സഹോദരിമാർ ഈശോയുടെ അടുത്ത് മരിച്ചയാളുടെ സഹോദരിയായ മർത്ത കരഞ്ഞുകൊണ്ട് യേശുവിനോട് തൻ്റെ വേദന പങ്കിടുമ്പോൾ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന ഈശോ കണ്ണീർ പൊഴിക്കുന്നു എന്നൊക്കെ ബൈബിളിൽ നമുക്ക് തിരുവചനങ്ങളിലൂടെ കാണുവാൻ കഴിയും. അത്രയേറെ ഈശോ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് ലാസർ. എന്നാൽ ആ മകൻ ലാസറിൻ്റെ മരണസമയത്ത് ഈശോ അവിടെ ഉണ്ടാകുന്നില്ല. പിന്നീട് എങ്ങനെയാണ് ലാസറിൻ്റെ മരണം അത് കൂടുതൽ ദൈവമഹത്വം പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ട് ദൈവം ആ സംഭവത്തെ എടുത്തുയർത്തുന്നത്? അങ്ങനെ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ലാസറിൻ്റെ സഹോദരിയായ മർത്തായോട് പറയുന്ന കർത്താവ് അതേ വാക്കുകൾ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് 3.5 വർഷത്തോളമായി താൻ പോകാത്ത സ്ഥലങ്ങളില്ല, ചെയ്യാത്ത ട്രീറ്റ്മെൻറ്റുകളില്ല. എന്നാൽ തനിക്ക് പുറത്തൊരു ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ തന്നെ ബാധിച്ചിരുന്ന അസ്വസ്ഥത, അത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ആരാധന. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി ആരാധന അതെത്രമാത്രം ഈശോ ആഗ്രഹിക്കുന്നതാണ് നാം ഉടമ്പടി ആരാധനയിൽ പങ്കെടുക്കണമെന്ന്.
തിരുവചനങ്ങളിലൂടെ ദൈവം തന്നെയാണ് നമ്മോട് സംസാരിക്കുക. ദൈവിക പ്രചോദനങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിലൂടെ ദൈവം അരുളി ചെയ്യുമ്പോൾ തീർച്ചയായും അവിടെ അത്ഭുതങ്ങൾ തന്നെയാണ് നടക്കുക. ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്ന കർത്താവിൻ്റെ ഇടപെടലുകൾ ഈ മകളുടെ ജീവിതത്തിൽ രോഗസൗഖ്യമായിട്ട് എങ്ങനെ വരുന്നു? ബഹുമാനപ്പെട്ട അച്ഛൻ ഉടമ്പടി ആരാധനയിൽ പറയുന്നു ഈ മകളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന്. ഈ മകൾ ആ അവസ്ഥ തൻ്റേത് തന്നെയാണെന്ന് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. തനിക്ക് തന്നെ അത് ഫീൽ ചെയ്തു. പിന്നീട് എങ്ങനെയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ താൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ താൻ 3.5 വർഷമായിട്ട് തന്നെ ഒത്തിരിയേറെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ഒരു വലിയ രോഗശാന്തി തനിക്ക് ലഭിക്കുന്നതായിട്ടും ഇന്ന് വരെയും ഇപ്പോൾ തനിക്ക് അങ്ങനെയൊരു പ്രോബ്ലംസ് ഒന്നുമില്ല. അതുപോലെ തൻ്റെ അമ്മ ജീവനുള്ള ഒരു ജീർണിച്ച ശരീരം, അതാണ് ഈ മകൾ അമ്മയുടെ കാര്യത്തിൽ പറയുക. 3 വർഷമായിട്ട് അമ്മയും ഇതേപോലെയുള്ള ഒരു അലർജി ഓരോ വർഷത്തിലൊരു പ്രാവശ്യം വരും. അതെന്താണെന്ന് ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ പിന്നീട് അമ്മയ്ക്കും നേർച്ച വസ്തുക്കളിലൂടെ അമ്മയ്ക്ക് സൗഖ്യം ലഭിക്കുന്നു. അപകടങ്ങളിൽ നിന്ന് കുടുംബത്തെ സംരക്ഷിക്കുന്നത്. അതുപോലെ തൻ്റെ അച്ഛന് ഒരു കേസുണ്ടായിരുന്നു. ആ കേസിലൊക്കെ അച്ഛന് വിജയിക്കാനായത് അമ്മയാണ് അഡ്വക്കേറ്റായിട്ട് അവിടെ വാദിച്ചതെന്നാണ് പറയുക. ഹൈക്കോടതിയിലുണ്ടായിരുന്ന കേസാണ്. യാതൊരു രീതിയിലും ആരും തനിക്ക് വേണ്ടി തൻ്റെ അച്ഛന് വേണ്ടി വാദിക്കാനില്ലാത്തപ്പോൾ അമ്മ അത് അച്ഛന് അനുകൂലമായ രീതിയിൽ തീർപ്പാക്കുന്നു. തൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കോർണിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് മുറിഞ്ഞു. കാഴ്ച പോലും നഷ്ടപ്പെടുമോ എന്ന് ഡോക്ടേഴ്സ് ശങ്കിച്ചിരുന്നിടത്ത് 2 ദിവസം കൊണ്ട് തന്നെ ആ മുറിവൊന്നും കാണാതായി. അത് അത്രമേൽ നന്നായിട്ട് ക്യുവറായി. ഇതൊക്കെ ഈ മകൾ പറഞ്ഞ് നാം അറിയുമ്പോൾ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് നമുക്ക് കാണുവാൻ കഴിയുക. താൻ ബൈബിള് വായിക്കുന്നു, 3 മണിക്ക് എഴുന്നേറ്റ് തനിക്ക് പ്രാർത്ഥിക്കുന്ന ശീലമുണ്ട്, അത് തുടർന്നു കൊണ്ടുപോകുന്നു. തൻ്റെ പ്രാർത്ഥനകളും മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, ഇതൊക്കെയായിട്ട് ഇന്ന് മനുഷ്യരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ഒരു ജനത പുറപ്പെടുകയാണ്. അത് വാഗ്ദാന പേടകവും കൊണ്ട് നടന്ന ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണെങ്കിൽ ഇന്ന് ഉടമ്പടിയെടുത്ത മക്കൾ പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകവുമായിട്ട് കൃപാസന പത്രവും കൊണ്ട് ജനലക്ഷങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ജനങ്ങളെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും അറിയാത്തവരെ അറിയിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവാഹകരായിട്ട് മാറുകയാണ്. അതിന് ജാതിയില്ല, മതമില്ല, അതെല്ലാവർക്കും ഈശോ സംലഭ്യനാണെന്ന് ഇന്ന് ഉടമ്പടി ജീവിതത്തിലൂടെയുള്ള അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.